എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചുള്ള ഒരു വിഭവമാണേ. അപ്പോൾ ഇന്ന് ചിക്കൻ ഞാൻ കുറച്ച് വേവിച്ച് മസാലയൊക്കെ ഇട്ട് വേവിച്ച് പൊടിയാക്കി വെച്ചേക്കാണ്. ഇന്ന് ഞാൻ ചിക്കൻ തോരനാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഈ ചിക്കൻ തോരൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രയോജനമുണ്ട് കേട്ടോ. ഒന്ന്, ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെച്ച് അട പോലെ അകത്ത് വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു വെജിറ്റബിൾസ് പപ്സ് കണക്കിരിക്കും. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കളഞ്ഞിട്ട് ചിക്കൻ നല്ലോണം വേവിച്ച് മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് ഇനി നമ്മൾ മസാലയൊക്കെ ചേർക്കണം. എന്നാലും ഇത് കുറച്ച് അങ്ങനെയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് ഇങ്ങനെ വേവിച്ച് വെച്ചേക്കുക. ഇനി ഇത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ അധികം ആകരുത്, കുറച്ച് തേങ്ങ മാത്രമേ, കാരണം തേങ്ങ ടേസ്റ്റ് കുറയും തേങ്ങ അധികം ഇട്ടാൽ. കുറച്ച് തേങ്ങ മതി. പിന്നെ ഒരു തുണ്ട് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും പിന്നെ ഒരു നാരങ്ങ നീര്, കറിവേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഈ തേങ്ങയും ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം ഈ ചിക്കൻ വേവിച്ച് വെച്ചതും എല്ലാം നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ചിക്കൻ കറി വയ്ക്കാതെ ചിക്കൻ തോരൻ വയ്ക്കുക. തോരനൊക്കെ അധികം തോരനെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അധികം വന്നാൽ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഒരു ചായപ്പലഹാരം ഉണ്ടാക്കാനും ഇത് മതി. ഇതിൻ്റെ കൂടെ ഒരു ഉരുളൻകിഴങ്ങും കൂടെ വേവിച്ച്, ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ വെച്ച് നടുക്ക് വെച്ച് നമുക്ക് അട പോലെ ചുട്ടെടുത്താൽ 4 മണിക്ക് കഴിക്കാനുള്ള ഒരു പലഹാരമാകും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 2 കാര്യമായിരുന്നു പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ചിക്കൻ മിക്സിയിലോട്ടിട്ട് കുറേശ്ശെ ആയിട്ട് നമുക്കിത് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ ചിക്കനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ആവശ്യം വരും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ, പച്ചമുളക്, സവാള ഇത് ഇത്രയൊന്ന് ചതച്ചുകൊണ്ട് വരാം. പച്ചമുളക്, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ നമ്മുടെ ചെറുതായിട്ടരിഞ്ഞ സവാള, കണ്ടില്ലേ? ഇത് ഇത്രയും ഒന്ന്